നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഞാൻ ജീവനും വഴിയും സത്യവുമാകുന്നു എന്ന ക്രിസ്തുവിന്റെ സന്ദേശം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ക്രൈസ്തവർ സ്നേഹത്തോടെ വിളിക്കുന്ന യേശു ക്രിസ്തുവിനെ ക്രൂശിൽ മരിക്കേണ്ടി വന്നത്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. മണ്ണുത്തി ടെൻസ് പ്രദേശത്തെ കാർഷിക സർവകലാശാല കോമ്പൗണ്ടിൽ വൻ തീപിടുത്തം. വാർത്തകൾ വിശദമായി. ഞാൻ ജീവനും വഴിയും സത്യവുമാകുന്നു എന്ന ക്രിസ്തുവിന്റെ സന്ദേശം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ക്രൈസ്തവർ സ്നേഹത്തോടെ വിളിക്കുന്ന യേശു ക്രിസ്തുവിനെ കുരിശിൽ മരിക്കേണ്ടി വന്നത്. അസത്യവും തിന്മയും നിറഞ്ഞ ഒരു സമൂഹത്തിന്റെ രക്ഷകനായി ക്രിസ്തു ജനിച്ചപ്പോൾ ക്രിസ്തുവിലൂടെ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന സത്യത്തിന്റെയും നീതിബോധത്തിന്റെയും ക്ഷമയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പകരം വയ്ക്കാൻ കഴിയാത്ത പ്രതീകമായി ക്രിസ്തു മാറിയപ്പോൾ അവിടെ പുതിയൊരു ദൈവസങ്കല്പത്തിന്റെ വാതിൽ തുറന്നു. കുരിശിൽ കിടന്ന് വേദനയോടെ പുളയുമ്പോഴും അതിനിടയാക്കിയവരോട് പൊറുക്കാനും ക്ഷമിക്കാനും ക്രിസ്തുവിന് കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയിൽ വിശുദ്ധ ബലിയർപ്പണമില്ലാത്ത ഒരേ ഒരു ദിവസം ദുഃഖവെള്ളിയാഴ്ചയാണ്. അന്നേ ദിവസം പ്രത്യേകമായി സുവിശേഷത്തിലെ യേശുവിന്റെ പീഡാനുഭവ രംഗങ്ങൾ വായിക്കും. യേശുവിനെ കയ്പുള്ള വിനാഗിരി കുടിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായി വിശ്വാസികൾ കയ്പുള്ള ഇലകളോ കയ്പുനീർ കുടിക്കുകയും അന്നേ ദിവസം ഉപവസിക്കുകയും ചെയ്യും. യേശുവിന്റെ പീഡാനുഭവവും കുരിശുമരണവും പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമുക്ക് കാണിച്ചു തരുന്നു. സഹനങ്ങൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയാൻ ദുഃഖവെള്ളി ക്രൈസ്തവരെ പ്രേരിപ്പിക്കുന്നു. സഹനങ്ങളിൽ നിന്നും ഓടിയൊളിക്കാതെ അവയെ യേശുവിന്റെ കുരിശിനോട് ചേർത്ത് ധൈര്യത്തോടെ ഉൾക്കൊള്ളാൻ പ്രേരിപ്പിക്കുന്നു. നമുക്ക് രക്ഷ നേടാൻ കുരിശിൽ ബലിയായി തീർന്ന യേശുവിനെ സ്വയം ഉൾക്കൊണ്ടും ഇന്ത്യയെ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്കെല്ലാവർക്കും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പുതിയൊരു ലോകം യേശുവിന്റെ കുരിശുമരണം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മുതൽ ആരംഭിച്ച ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കാൻ വൈകിട്ട് നടത്തിയ കുരിശിന്റെ വഴിയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസമാണ് ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. ലോകത്തെ സർവ്വ മനുഷ്യർക്കും വെളിച്ചം പകരുന്ന അസാധാരണമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഈ ദിനം. ചടങ്ങുകൾക്ക് പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജോൺ പുത്തൂർ, കൈക്കാരന്മാരായ ആന്റോവി മാത്യു, ലിയോ ആലപ്പാട്ട്, പിയൂസ് ചാലിശ്ശേരി, ടോമി കുര്യൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുക്കർമ്മങ്ങൾ CTV തത്സമയം സംപ്രേഷണം ചെയ്തു. ഇന്ന് ദുഃഖവെള്ളിയാഴ്ച. ആകാശനും ഭൂമിക്ക് മധ്യേ
ജീവനെ ഉയർത്തിപ്പിടിച്ചവൻ്റെ ഓർമ്മകളെന്ന് ദുഃഖസാന്ദ്രമാണ്. ക്രൂശിതനെ ഏറെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ഒരു ദിവസം. ക്രിസ്ത്യാനികളുടെ ദുഃഖവെള്ളി ആചരണത്തെക്കുറിച്ച് ഗിലിൽ ജിബ്രാൻ എന്ന എഴുത്തുകാരൻ വളരെ മനോഹരമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാൻ സാധാരണ ഒരു ദുഃഖവെള്ളി കഴിയുമ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. ഇപ്രകാരമാണ്: ദുഃഖവെള്ളി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ മിശിഹായുടെ കുരിശിൽ നിറക്കണ്ണുകളിലൂടെ നോക്കുന്ന ദിവസം. അന്ന് അവർ കുരിശിൻ്റെ വഴിയിലും പ്രാർത്ഥനകളിലും പങ്കെടുക്കും. എന്നാൽ രാത്രിയുടെ വിരിയിടുമ്പോൾ തങ്ങളുടേതായ അലസതകളിലേക്കും പഴയ ജീവിതശൈലിയിലേക്കും അജ്ഞതയിലേക്കും അവർ മടങ്ങും. സ്ത്രീകൾ ദുഃഖാർത്തരായി അന്ന് കുരിശിൻ ചുവട്ടിൽ നിന്ന സ്ത്രീകളെപ്പോലെ നിൽക്കും. എന്നാൽ ദിവസം അവസാനിക്കുമ്പോൾ തങ്ങളുടെ ജീവിത വ്യഗ്രതകളിലേക്ക് മടങ്ങും. യുവജനങ്ങൾ കണ്ണീര് കൊണ്ട് ഈശോയുടെ പാദം കഴുകിയ മഗ്ദലേന മറിയത്തെയും കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യുവാവായ ക്രിസ്തുവിനെ പറ്റിയും ഓർത്ത് സഹതപിക്കും. എന്നിട്ടും തങ്ങളുടെ കളിച്ചിരികളിലേക്ക് മടങ്ങും. ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇന്നത്തെ ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ ദുഃഖവെള്ളിക്ക് എന്ത് പ്രത്യേകതയാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? എന്ത് പ്രത്യേകതയാണുള്ളത്? തമ്പുരാന്റെ കുരിശുമരണത്തെ ഏറെ വേദനയോടെ, മഞ്ചരൂപത്തെ നിറകണ്ണുകളോടെയൊക്കെ തൊട്ടുമുത്തുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ ഉത്സാഹിക്കുമ്പോഴും അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് എന്ത് മാറ്റമാണ് ഈ ദുഃഖവെള്ളി ആചരണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്? ഒരുപക്ഷെ ഇന്ന് നമ്മൾ പുത്തൻവായന വായിക്കും. ഒരുപക്ഷെ ഇന്ന് TV കാണുന്ന സമയം വേണ്ട എന്ന് വയ്ക്കും. ഈ ദുഃഖവെള്ളി കഴിഞ്ഞ് നാളെ രാവിലെ ഒന്നാകട്ടെ. ഇതിനെല്ലാം മാറ്റം വന്നു. മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോജോ എടത്തിരുത്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മുഴുവൻ ലോകത്തിന്റെയും പാപം പരിഹരിക്കാനാണ് ക്രിസ്തു കുരിശുമരണം വരിച്ചത്. കാൽവരിയിലെ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ക്രിസ്തുവിന്റെ വാക്കുകൾ ക്ഷമയുടെയും സഹനത്തിന്റെയും ഉത്തമ ഉദാഹരണമാണ്. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ ആചരിക്കുന്ന ദിനമാണ് ദുഃഖവെള്ളി. ഈ ദിനം ലോകത്തിൽ ശാന്തിയും സമാധാനവും സ്നേഹവും നിറയാനുള്ള അവസരമാകട്ടെ എന്ന് മച്ചാട് പള്ളി വികാരി ഫാദർ ജോജോ എടത്തിരുത്തി സന്ദേശത്തിൽ പറഞ്ഞു. മച്ചാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ ജോജോ എടത്തിരുത്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് മദർ സിസ്റ്റർ സ്റ്റെലസി, ബ്രദർ ജിസ്മോൻ പുത്തൂർ, ട്രസ്റ്റിമാരായ A.T. ചാൾസ്, A. നിക്സൺ, രാജൻ ജോസഫ്,
ജോൺ കല്ലിയൽ, EG ജോജു, PF തോമസ്, PP ഡേവിസ്, ജോണി ചിറ്റിലപ്പള്ളി, CB സജി, ഗേളി പീറ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് 4-ന് മച്ചാട് പള്ളിയിൽ നിന്നും ആരംഭിച്ച് മലാക്ക കപ്പേളയിൽ അവസാനിക്കുന്ന പരിഹാര പ്രദക്ഷിണവും സന്ദേശവും ഉണ്ടായി. ഞാൻ മനുഷ്യരെല്ലാം തുനിയാകുന്നു, മനുഷ്യരുടെ നിന്ദാവിഷയവും ജനങ്ങളുടെ പരിഹാസപാത്രവുമാകുന്നു. കർത്താവ് രക്ഷിക്കുമെന്ന് അവൻ പ്രത്യാശിച്ചു. അവനിൽ സംപ്രീതനെങ്കിൽ കർത്താവ് അവനെ രക്ഷിക്കട്ടെ. ജനനത്തിൽ തന്നെ ഞാൻ അങ്ങേ ഏൽപ്പിക്കപ്പെട്ടു. അമ്മയുടെ ഉദരം മുതൽ ഞാൻ അങ്ങയുടെ ദൈവമാകുന്നു. വെള്ളം പോലെ ഞാൻ ഒഴുക്കപ്പെട്ടു, എന്റെ അസ്ഥികളെല്ലാം ചിതറിക്കപ്പെട്ടു. എന്റെ ശക്തി കുശവന്റെ മൺപാത്രം പോലെ ഉണങ്ങി വരണ്ടു. നാവ് തൊണ്ടയോടൊട്ടിച്ചേർന്നു. മരണത്തിന്റെ പൂഴിയിൽ അങ്ങനെ വലിച്ചെറിഞ്ഞു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർഭയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, കർത്താവേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പട്ടിക്കാട് സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് ഫൊറോന പള്ളിയിൽ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ തോമസ് വടക്കൂട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദുഃഖവെള്ളി ദിനത്തിലെ കുർബാനയ്ക്ക് ശേഷം കുരിശിലേറ്റപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ക്രൂശിത രൂപത്തിൽ വിശ്വാസി സമൂഹം തൊട്ടുമുത്തി. തുടർന്ന് സഹനത്തിന്റെയും പീഡാനുഭവ സ്മരണകളുടെയും പ്രതീകമായി കയ്പുനീര് രുചിച്ചു. കുരിശിൽ തറച്ച യേശുവിന്റെ പീഡാനുഭവത്തിന്റെ ദൃശ്യാവിഷ്കാരത്തോടുകൂടി പരിഹാര പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. ആരാധിക്കുമ്പോൾ
സമർപ്പണയാകട്ടെ. ജനിച്ചവരും സൃഷ്ടികൾക്കും സമയത്തിനും അതീതനും സമയത്തിന്റെ പൂർണ്ണതയിൽ മനുഷ്യനായി അവതരിച്ചവനുമായ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. യോഹന്നാൻ മാമോദീസയിൽ നിന്നും മാമോദീസ സ്വീകരിച്ചുകൊണ്ട് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചവനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി തന്റെ ദൈവത്വം തെളിയിച്ചവനും വിജയശ്രീലാദിനെ ജെറുസലേമിൽ പ്രവേശിച്ചവനും പീഡകൾ സഹിച്ച് ദിവസം പുരുഷൻ സ്വയം അർപ്പിച്ചവനും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവർക്കുള്ള പ്രത്യാശ പ്രദാനം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്ഥലത്തിന്റെ നാഥനും എല്ലാറ്റിനും പരിപാലകമായ കർത്താവിൽ നിങ്ങൾ പ്രത്യാശിക്കുകയും ശരണപ്പെടുകയും ചെയ്യുവൻ. അനുതാപത്തോടെ തിരുമുമ്പിൽ നിൽക്കുന്ന നിങ്ങളുടെ പാപങ്ങളും അപരാധവും ക്ഷണിച്ച് നല്ല കണ്ണനോടൊപ്പം സുഖരാജ്യത്തിന് നിങ്ങളെയും നിശ്ചയമാർഗനാക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അളത്താൽ നിങ്ങൾ എല്ലാവരും മുദ്രിതരും എല്ലാവരും സംരക്ഷിതമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ ആയിട്ടുവാദൂടാകത്തേക്ക് പ്രവേശിക്കരുത്. പോകുന്നതാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സംഘടനക്കാരാകുന്നു. You
മണ്ണുത്തി ടെൻസ് പ്രദേശത്തെ കാർഷിക സർവകലാശാല കോമ്പൗണ്ടിൽ വൻ തീപിടുത്തം. കർഷക ഭവന് സമീപത്ത് നിന്നും ആരംഭിച്ച തീ കാലാവസ്ഥാ കോളേജിന് സമീപം വരെ എത്തി. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടലിൽ കൂടുതൽ പ്രദേശത്തേക്ക് തീ പടരുന്നത് തടഞ്ഞതോടെ വൻ ദുരന്തമാണ് ഒഴിവായത്. കാലാവസ്ഥാ കോളേജിൽ തീ എത്തുന്നതിന് തൊട്ടു മുൻപ് തൃശൂരിൽ നിന്നും എത്തിയ അഗ്നിശമന സേന തീയണച്ചു. ഒരിടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയനൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്.
കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തപ്പെട്ട ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക തുടർച്ചയായി കൂടുതൽ സമയം ശരീരത്തിലേൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണം. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രക്കാർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗമുള്ളവർ, ആൽബനിസം അവസ്ഥയുള്ളവർ, നേത്രരോഗങ്ങളുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. പകൽ സമയത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ തൊപ്പി, കുട, സൺഗ്ലാസ് എന്നിവ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ശരീരം മുഴുവൻ മറയ്ക്കുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. യാത്രകളിലും മറ്റ് ഇടവേളകളിലും തണലിൽ വിശ്രമിക്കാൻ ശ്രമിക്കുക. മലമ്പ്രദേശങ്ങൾ, ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പൊതുവെ UV സൂചിക ഉയർന്നതായിരിക്കും. മേഘങ്ങളില്ലാത്ത തെളിഞ്ഞ ആകാശമാണെങ്കിലും ഉയർന്ന UV സൂചികയുണ്ടാകാം. ഇതിനു പുറമെ ജലാശയം, മണൽ തുടങ്ങിയ പ്രതലങ്ങൾ അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ ഇത്തരം മേഖലകളിലും UV സൂചിക ഉയർന്നതായിരിക്കും. ഒല്ലൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി കെ രാജന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികൾക്ക് തുടക്കമായി. പൂച്ചട്ടിയിലും മുല്ലക്കര ആറാംകാലിലും നടന്ന റാലികളെ സ്ഥാനാർത്ഥി അഭിവാദ്യം ചെയ്തു. നടത്തറ മേഖല LDF റാലിയും പൊതുയോഗവും CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് എൽദോ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MS പ്രദീപ് കുമാർ, വർഗീസ് കണ്ടംകുളത്തി, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രജിത്ത്, പഞ്ചായത്ത് അംഗം PK അഭിലാഷ് എന്നിവർ സംസാരിച്ചു. KR രവി സ്വാഗതം പറഞ്ഞു. മണ്ണുത്തി മുല്ലക്കര മേഖല റാലിയും പൊതുയോഗവും ആറാംകല്ലിൽ CPI നേതാവും മുൻ MPയുമായ CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് റഫീഖ് അറക്കൽ അധ്യക്ഷത വഹിച്ചു. CPI ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി PD റജി, LDF നേതാക്കളായ ഫ്രാൻസിസ് താടിക്കാരൻ, വത്സൻ രാമംകുളത്ത്, ജോണി, കൗൺസിലർ അഡ്വക്കേറ്റ് അനീസ് അഹമ്മദ്, അനൂപ് അരിപ്പായ് തുടങ്ങിയവർ പങ്കെടുത്തു. മേഖലാ സെക്രട്ടറി ജോയ് സ്വാഗതം പറഞ്ഞു. എന്റെ വാഗ്ദാനം എന്റെ ജീവിതം കൊണ്ടുള്ളതാണ്. കഴിഞ്ഞ 10 വർഷം എന്ന് മാത്രമല്ല, ഏതാണ്ട് 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പൊതുജീവിതത്തിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, എന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായിട്ടുള്ള അരിവാളും ധാന്യക്കതിനും അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ഒരാൾ, വോട്ട് രേഖപ്പെടുത്താൻ പ്രേരിപ്പിച്ച ഒരാൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിനെ പ്രതി എന്നെ കുറിച്ച് ഓർത്ത് ഒരു നിമിഷം പോലും അപമാന ഭാരത്താൽ തലകുനിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. തീർച്ചയായും ഫിലിപ്പ് നൽകിയ പിന്തുണയ്ക്ക്, നിങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹാഭിവാദനങ്ങൾക്ക് ഹൃദയത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്ന് 7 കുടുംബ സമ്മേളനങ്ങളുണ്ട് 9 മണിക്ക് മുമ്പ് തീർക്കാൻ. ആദ്യം ഇവിടെ തന്നെ വന്ന് തുടങ്ങാം, അല്ലെങ്കിൽ പിന്നെ ഈ അറ്റത്തേക്ക് പോക്കിൽ പിന്നെ തുടർച്ചയായിട്ടുള്ള നേരം വൈകലായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്തിരി തുടക്കത്തിൽ തന്നെ വന്ന് വളരെ പെട്ടെന്ന് പോകാമെന്ന് തീരുമാനിച്ചത്. നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിനും നിങ്ങൾ കാണിക്കുന്ന വാത്സല്യത്തിനും നിങ്ങൾ കാണിക്കുന്ന പ്രതിബദ്ധതയ്ക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, എനിക്ക് അന്യമായൊരു സ്ഥലമല്ല ഇത്. എല്ലാ വർഷവും ഞാൻ 10 വർഷത്തിൽ ഒരു തവണ ഒഴിച്ചു ബാക്കി എല്ലാ തവണയും ഇവിടുത്തെ നേർച്ചയുടെ ആദ്യത്തെ വിളമ്പുകാരനായിരുന്നു. അത് തയ്യാറാക്കിയിരുന്ന ആളാണ് മല്ലിക. ഈ പ്രദേശങ്ങളിലെല്ലാം നമുക്കുണ്ടായിരുന്ന സ്നേഹവും ആത്മബന്ധവും എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മകനെ പോലെ, അനുജനെ പോലെ, ജ്യേഷ്ഠനെ പോലെ, ഒരു കൂടപ്പുറപ്പിനെ പോലെ, വീട്ടുകാരനെ പോലെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണം എന്ന് സവിനയം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട്
ആത്മീയതയും ജനസൗഹൃദവും കൈകോർത്ത് രാജൻ ജെ പല്ലന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം. തെരഞ്ഞെടുപ്പ് പ്രചരണം പാരമ്യത്തിലെത്തി നിൽക്കെ ആത്മീയവും സാംസ്കാരികവുമായ ഇടങ്ങൾ സന്ദർശിച്ച് വോട്ടർമാരുടെ ഹൃദയം കീഴടക്കുകയാണ് തൃശൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ. ആത്മീയ നിർവൃതിയോടെ ദുഃഖവെള്ളി പ്രമാണിച്ചുള്ള തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അദ്ദേഹം തന്റെ സ്വന്തം ഇടവകയായ ചെമ്പുക്കാവ് സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ എത്തിച്ചേർന്നു. പീഡാനുഭവ സ്മരണയുടെ തിരുകർമ്മങ്ങൾക്ക് ശേഷം പള്ളിക്ക് പുറത്തിറങ്ങിയ അദ്ദേഹം തന്നെ കാത്തുനിന്ന ഇടവകാംഗങ്ങളുമായി ഏറെ നേരം വിശേഷങ്ങൾ പങ്കുവച്ചു. വോട്ട് അഭ്യർത്ഥനയ്ക്കപ്പുറം ദീർഘകാലത്തെ സൗഹൃദങ്ങൾ പുതുക്കുന്ന വേദിയായി ഈ കൂടിക്കാഴ്ച മാറി. തൃശൂർ പൂരത്തിന്റെ ആവേശമൊരുങ്ങുന്ന തിരുവമ്പാടി വിഭാഗത്തിന്റെ ചമയപ്പുര രാജൻ ജെ പല്ലൻ സന്ദർശിച്ചു. പൂരം ചമയങ്ങളുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കലാകാരന്മാരെ നേരിൽ കണ്ട് അവരുടെ പ്രയത്നങ്ങളെ അദ്ദേഹം അഭിനന്ദിച്ചു. തൃശൂരിന്റെ സാംസ്കാരിക തനിമ സംരക്ഷിക്കാൻ UDF പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി കാളത്തോട് ജുമാ മസ്ജിദിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. വികസനത്തോടൊപ്പം രാജ്യത്തിന്റെ മതേതരത്വവും ഒത്തൊരുമയും നിലനിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് വളരുന്ന വർഗീയതയ്ക്ക് പോംവഴി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ മൂല്യങ്ങളിലേക്ക് മടങ്ങുക എന്നതാണ്. വികസനം മാത്രമല്ല, നമ്മുടെ മതസൗഹാർദ്ദവും ഒത്തൊരുമയും എന്നും നിലനിൽക്കണമെന്ന് മഹല്ല് മുഖ്യ ഇമാം അഷ്റഫ് അഷ്റഫി പറഞ്ഞു. സ്ഥാനാർത്ഥിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നാണ് ഇമാം അദ്ദേഹത്തെ യാത്രയാക്കിയത്. നഗരത്തിന്റെ എല്ലാ മേഖലകളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് മുന്നേറുകയാണ് രാജൻ ജെ പല്ലൻ. ഒരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. +2 വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് മാർച്ച് 31 മുതൽ നീറ്റ് പരീക്ഷയുടെയും BSc നഴ്സിംഗ് കർണാടക പരീക്ഷയുടെയും എൻട്രൻസ് കോച്ചിംഗ് തികച്ചും സൗജന്യമായി നൽകുന്നു. കർണാടകയിലെ നവോദയ മെഡിക്കൽ കോളേജും തൃശൂരിലെ ലോഗോസ് അക്കാദമിയും സംയുക്തമായാണ് സൗജന്യ എൻട്രൻസ് പരിശീലനം നൽകുന്നത്. ഈ അവസരം പാഴാക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ലോഗോസ് അക്കാദമി, ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗ്, AR മേനോൻ റോഡ്, നായ്ക്കനാൽ, തൃശൂർ. ഫോൺ 9447063440, 9447063840. വാർത്തകളിലേക്ക്. കേരളത്തിൽ സ്വർണ്ണവില ഉയർന്നു. 22 കാരറ്റ് 1 ഗ്രാം സ്വർണത്തിന് ഇന്ന് 13,835 രൂപയാണ് വിപണി വില. 1 പവൻ 22 കാരറ്റ് സ്വർണത്തിന്റെ വില 1,10,680 രൂപയുമാണ്. ഇന്നലെ വൈകിട്ട് സ്വർണ്ണവില കുറഞ്ഞ് 1,09,240 രൂപ എന്ന നിരക്കിലെത്തിയിരുന്നു. ഇന്നലെ വിലയിൽ നിന്ന് 1,440 രൂപയുടെ വർധനവാണ് ഇന്നേക്ക് ഉണ്ടായിരിക്കുന്നത്. ഏപ്രിൽ മാസത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ വിലയാണിത്. മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പ്രസംഗിക്കുന്നതിനിടെ കുഴഞ്ഞു വീണു. അട്ടപ്പാടിയിൽ LDF പുതൂർ പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ പുതൂർ ഫാമിലി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഞാൻ ജീവനും വഴിയും സത്യവുമാകുന്നു എന്ന ക്രിസ്തുവിന്റെ സന്ദേശം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ടാണ് ജീസസ് ക്രൈസ്റ്റ് എന്ന് ക്രൈസ്തവർ സ്നേഹത്തോടെ വിളിക്കുന്ന യേശു ക്രിസ്തുവിനെ ക്രൂശിൽ മരിക്കേണ്ടി വന്നത്. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. മണ്ണുത്തി ടെൻസ് പ്രദേശത്തെ കാർഷിക സർവകലാശാല കോമ്പൗണ്ടിൽ വൻ തീപിടുത്തം. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.